ലോഗോസ് ക്വിസ് 2025 ഇന്ന് നാം നോക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ്. ഈ അധ്യായത്തിൽ 25 വാക്യങ്ങളാണ് ഉള്ളത്. ഇസ്രായേൽ ജനം വീണ്ടും തിന്മ ചെയ്തതുമൂലം കർത്താവ് അവരെ വീണ്ടും 40 വർഷത്തേക്ക് ഫലസ്തീനരുടെ കൈകളിൽ ഏൽപ്പിച്ചു എന്നും അതിനാൽ അവരെ രക്ഷിക്കുന്നതിനു വേണ്ടി കർത്താവിൻ്റെ ദൂതൻ മക്കളില്ലാതിരുന്ന സോറായിലെ ദാൻ ഗോത്രക്കാരനായ മനോവായുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതും നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്നും അറിയിക്കുകയുണ്ടായി. അതിൻ പ്രകാരം അവൾ ഒരു പുത്രനെ പ്രസവിക്കുകയും സാംസൺ എന്ന ആ കുട്ടിക്ക് പേരിടുകയും ചെയ്തു. ഇനി നമുക്കിതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം. ചോദ്യം 1. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ അവരെ ഫിലിസ്തീനരുടെ കൈകളിൽ ഏൽപ്പിച്ചത് എത്ര വർഷത്തേക്കാണ്? ചോദ്യം 1. ഉത്തരം 40 വർഷത്തേക്ക്. ഇസ്രായേൽ ജനം വീണ്ടും തെറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ തിന്മ ചെയ്തപ്പോൾ അവരെ ഫിലിസ്തീനരുടെ കൈകളിൽ ഏൽപ്പിച്ചത് 40 വർഷത്തേക്കാണ്. ചോദ്യം 2. കർത്താവിൻ്റെ ദൂതൻ ആർക്ക് പ്രത്യക്ഷപ്പെട്ടാണ് പറഞ്ഞത് നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന്? ന്യായാധിപന്മാർ 13:3. ചോദ്യം 2. കർത്താവിൻ്റെ ദൂതൻ ആർക്ക് പ്രത്യക്ഷപ്പെട്ടാണ് പറഞ്ഞത് നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന്? ഉത്തരം ദാൻ ഗോത്രക്കാരനായ മനോവയുടെ ഭാര്യയ്ക്ക്. ദാൻ ഗോത്രക്കാരനായ മനോവയുടെ ഭാര്യയ്ക്ക്. ചോദ്യം 3. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുതേ, അവൻ ജനനം മുതൽ ദൈവത്തിന് ആരായിരിക്കുമെന്നാണ് പറയുന്നത്? ന്യായാധിപന്മാർ 13:5. ചോദ്യം 3. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുതേ, അവൻ ജനനം മുതൽ ദൈവത്തിന് ആരായിരിക്കുമെന്നാണ് പറയുന്നത്? ന്യായാധിപന്മാർ 13:5. ഉത്തരം നാസിർ വ്രതക്കാരനായിരിക്കുമെന്നാണ് പറയുന്നത്. സാംസൺ നാസിർ വ്രതക്കാരനായിരിക്കുമെന്നാണ് പറയുന്നത്. നാസിർ ഇതിൻ്റെ അർത്ഥം പ്രത്യേകമായി വേർതിരിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ വിശുദ്ധനായി സമർപ്പിക്കപ്പെട്ടവൻ എന്നാണ് ഈ നാസിർ വ്രതക്കാരനായിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാംസൺ ജന്മനാ ഒരു നാസിർ വ്രതക്കാരനായിരുന്നു. അവൻ്റെ ശക്തിയും ദൈവത്തോടുള്ള സമർപ്പണവും അവൻ്റെ മുടിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചോദ്യം 4. നീ പാകം ചെയ്യുന്നുവെങ്കിൽ അത് കർത്താവിന് എന്തായി അർപ്പിക്കുക എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറയുന്നത്? നീ പാകം ചെയ്യുന്നുവെങ്കിൽ അത് കർത്താവിന് എന്തായി അർപ്പിക്കുക എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറയുന്നത്? ഉത്തരം ദഹനബലിയായി. ചോദ്യം 5. തൻ്റെ അടുത്ത് ആര് വന്നു എന്നാണ് സ്ത്രീ ഭർത്താവായ മനോവായോട് പറയുന്നത്? തൻ്റെ അടുത്ത് ആര് വന്നുവെന്നാണ് സ്ത്രീ ഭർത്താവായ മനോവയോട് പറയുന്നത്? ഉത്തരം ദൈവപുരുഷൻ. ഒരു ദൈവപുരുഷൻ വന്നുവെന്നാണ് പറഞ്ഞത്. ചോദ്യം 6. മനോവ ആട്ടിൻകുട്ടിയെ എന്തോടുകൂടിയാണ് കർത്താവിന് അർപ്പിച്ചത്? മനോവ ആട്ടിൻകുട്ടിയെ എന്തോടുകൂടിയാണ് കർത്താവിന് അർപ്പിച്ചത്? ഉത്തരം ധാന്യബലിയോടുകൂടിയാണ് കർത്താവിന് അർപ്പിച്ചത്. ചോദ്യം 7. കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് 1-ാം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ നീ എന്തു ഭക്ഷിക്കരുത് എന്നാണ് പറയുന്നത്? കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് 1-ാം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ നീ എന്ത് ഭക്ഷിക്കരുത് എന്നാണ് പറഞ്ഞത്? ഉത്തരം അശുദ്ധമായവയൊന്നും ഭക്ഷിക്കരുത്. ചോദ്യം 9. മനോവയുടെ ഭാര്യ എവിടെ ആയിരിക്കുമ്പോഴാണ് വീണ്ടും ദൈവദൂതൻ രണ്ടാമത് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത്? മനോവയുടെ ഭാര്യ എവിടെ ആയിരിക്കുമ്പോഴാണ് വീണ്ടും ദൈവദൂതൻ രണ്ടാമതായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം വയലിൽ. ചോദ്യം 11. മനോവ എവിടെ വച്ചാണ് ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടൊപ്പം കർത്താവിന് അർപ്പിച്ചത്? മനോവ എവിടെ വച്ചാണ് ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടൊപ്പം കർത്താവിന് അർപ്പിച്ചത്? ഉത്തരം പാറപ്പുറത്ത്. ചോദ്യം 12. കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ തലയിൽ എന്ത് തൊടരുതെന്നാണ് പറയുന്നത്? മനോവയുടെ ഭാര്യയോടെ കർത്താവിൻ്റെ ദൂതൻ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ തലയിൽ എന്ത് തൊടരുത് എന്നാണ് പറയുന്നത്? ഉത്തരം ക്ഷൗരക്കത്തി. ചോദ്യം 13. ദൈവപുരുഷനോട് മനോവയുടെ ഭാര്യ ചോദിക്കാൻ വിട്ടുപോയത് എന്താണ്? ദൈവപുരുഷനോട്
മനോവയുടെ ഭാര്യ ചോദിക്കാൻ വിട്ടുപോയത് എന്താണ്? ഉത്തരം എവിടെ നിന്ന് വരുന്നു എന്ന്. നീ എവിടെ നിന്നും വരുന്നു എന്നാണ് ചോദിക്കാൻ വിട്ടുപോയത്. ചോദ്യം 14. ന്യായപ്രമാണം 13-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുന്നുണ്ട്? ഉത്തരം 3 പ്രാവശ്യം. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്നത് 2 പ്രാവശ്യമേ ഉള്ളൂ. ഈ അധ്യായത്തിൽ 3 പ്രാവശ്യം നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്നെങ്കിലും കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുന്നത് 2 പ്രാവശ്യമാണ്. ചോദ്യം 15. കർത്താവെ, അങ്ങ് അയച്ച ആര് വീണ്ടും ഞങ്ങളുടെ അടുത്ത് വരുവാൻ ഇടയാക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവെ, അങ്ങ് അയച്ച ആര് വീണ്ടും ഞങ്ങളുടെ അടുത്ത് വരയണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം ദൈവപുരുഷൻ. ചോദ്യം 16. ആരുടെ ജീവിതചര്യ എങ്ങനെയായിരിക്കണമെന്നാണ് മനോവ ദൈവദൂതനോട് ചോദിക്കുന്നത്? ആരുടെ ജീവിതചര്യ എങ്ങനെയായിരിക്കണമെന്നാണ് മനോവ ദൈവദൂതനോട് ചോദിക്കുന്നത്? ഉത്തരം ബാലൻ്റെ. ചോദ്യം 17. എന്തിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? ഉത്തരം മുന്തിരിയിൽ നിന്നുള്ള ഒന്നും. ചോദ്യം 18. ഞാൻ എന്ത് പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? ഉത്തരം ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമെന്നാണ് പറയുന്നത്. ചോദ്യം 19. ബലിപീഠത്തിൽ നിന്നും എന്താണ് ആകാശത്തേക്ക് ഉയർന്നത്? ഉത്തരം അഗ്നിജ്വാല. ചോദ്യം 20. ആരെ കണ്ടതുകൊണ്ട് തീർച്ചയായും നാം മരിക്കുമെന്നാണ് മനോവ ഭാര്യയോട് പറയുന്നത്? ആരെ കണ്ടതുകൊണ്ട് തീർച്ചയായും നാം മരിക്കും എന്നാണ് മനോവ ഭാര്യയോട് പറയുന്നത്? ഉത്തരം ദൈവത്തെ കണ്ടതുകൊണ്ട്. ചോദ്യം 21. എവിടെ വെച്ചാണ് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്? ഉത്തരം മഹനേദാനിൽ വെച്ചാണ് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. ചോദ്യം 22. തൻ്റെ അടുത്ത് വന്ന ആളുകളുടെ മുഖം ആരെപ്പോലെ പേടിപ്പെടുത്തുന്നതായിരുന്നുവെന്നാണ് ഭാര്യ മനോവയോട് പറയുന്നത്? തൻ്റെ അടുത്ത് വന്ന ആളുടെ മുഖം ആരെപ്പോലെ പേടിപ്പെടുത്തുന്നതായിരുന്നുവെന്നാണ് ഭാര്യ മനോവയോട് പറയുന്നത്? ഉത്തരം ദൈവദൂതൻ്റേതുപോലെ. ചോദ്യം 23. മനോവയും ഭാര്യയും നോക്കി നിൽക്കെ ആരാണ് ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത്? മനോവയും ഭാര്യയും നോക്കി നിൽക്കെ ആരാണ് ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത്? ന്യായപ്രമാണം 13:20. ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെയാണ് ഉയർന്നു പോയത്. ചോദ്യം 23. കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ മനോവയും ഭാര്യയും ചെയ്തത് എന്താണ്? കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ മനോവയും ഭാര്യയും ചെയ്തത് എന്താണ്? ഉത്തരം അവർ നിലത്ത് കവിഴ്ന്നു വീണു. ചോദ്യം 24. മനോവ ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടൊപ്പം പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചത് ആർക്കാണ്? മനോവ ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടൊപ്പം പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചത് ആർക്കാണ്? ഉത്തരം അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന്. ചോദ്യം 25. നമ്മളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്നും എന്ത് സ്വീകരിക്കുകയില്ല എന്നാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറയുന്നത്? നമ്മളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്നും എന്ത് സ്വീകരിക്കുകയില്ല എന്നാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറയുന്നത്? ഉത്തരം ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയില്ലായിരുന്നു എന്ന്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.